മാവേലിയെ വരവേൽക്കാൻ അത്തം മുതൽ പൂക്കളമിടുന്നവർ ഉത്രാടം വരെ പൂക്കളമൊരുക്കി തിരുവോണത്തിന് പൂക്കളത്തിൽ തൃക്കാക്കരയപ്പനെ വെച്ച് പൂജിക്കുകയാണ് ചടങ്ങ്. നാക്കിലിയിട്ട് അതിനു മുകളിൽ പീഠം വെച്ച് അരിമാവ് കൊണ്ട് കോലം വരച്ച് പൂക്കളത്തിൽ തൃക്കാക്കരയപ്പനെ വയ്ക്കും. മാദേവരെ വയ്ക്കുക എന്നും പറയാറുണ്ട്. മാവേലി, തൃക്കാക്കരയപ്പൻ, ശിവൻ എന്നീ സങ്കല്പങ്ങളിൽ 3 മാദേവരെയാണ് മിക്കവാറും എല്ലായിടങ്ങളിലും വയ്ക്കാറുള്ളത്. ഉത്രാടം മുതൽ തൃക്കാക്കരയപ്പനെയും തിരുവോണത്തിന് മഹാബലിയെയും വയ്ക്കുന്നവരുമുണ്ട്. ബലിക്കൊപ്പം മുത്തശ്ശി, അമ്മ, കുട്ടിപ്പട്ടർ, അമ്മി, ആട്ടുകല്ല്, അരകല്ല്, ഉരൽ തുടങ്ങിയ മൺശില്പങ്ങളും വയ്ക്കുന്ന ചടങ്ങുണ്ട്. വള്ളുവനാട്ടിൽ അത്തം മുതൽ മാദേവരെ വയ്ക്കുന്നവരുമുണ്ട്. ചിലയിടങ്ങളിൽ 7 മാദേവരെ വരെ വയ്ക്കാറുണ്ട്. മലബാറിൽ വീട്ടുപടിക്കലും മാദേവരെ വയ്ക്കാറുണ്ട്. തൃക്കാക്കരയപ്പോ പടിക്കലും വായോ, ഞാനിട്ട പൂക്കളം കാണാനും വായോ എന്ന് വിളിച്ചു പറഞ്ഞ് ഇതോടൊപ്പം ആർപ്പ് വിളിക്കാറുണ്ട്. തുമ്പപ്പൂക്കുടം കൊണ്ട് പൂമൂടൽ നടത്തി തൃക്കാക്കരയപ്പന് അടനിവേദ്യം തിരുവോണത്തിന് നേദിക്കുന്നു. മധ്യ കേരളത്തിൽ അമ്പും വില്ലും കൊണ്ട് ഈ അടയിൽ അമ്പെയ്യുന്ന ചടങ്ങുമുണ്ട്. ഓണത്തപ്പനെ വരവേൽക്കാൻ അരിമാവ് കോലം വീടിന്റെ മറ്റ് സ്ഥലങ്ങളിൽ കൂടി വരയ്ക്കുന്നവരുമുണ്ട്. വയ്ക്കുന്ന എണ്ണത്തിലും ആകൃതിയിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായാലും തിരുവോണത്തിന് തൃക്കാക്കരയപ്പനെ വരവേറ്റ് പൂജിക്കുകയെന്ന സങ്കല്പം കേരളത്തിലെല്ലായിടത്തും ഒന്നുതന്നെ. 5-ാം ഓണം വരെ പൂക്കളത്തിൽ തൃക്കാക്കരയപ്പനെ വയ്ക്കുന്നതാണ് പൊതുവായുള്ള ആചാരം. Record